ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു രാവിലെ എണീറ്റ് ഷിഫ്റ്റിന് പോകുന്ന കാര്യം ചിന്തിക്കാനേ വയ്യാന്ന്. അതുകൊണ്ടാവും തോന്നുന്നു ഇന്നത്തെ ഷിഫ്റ്റ് 4 മണിക്കാണ്. 3 മണിക്ക് എണീറ്റിട്ട് ഞാൻ ഒരുക്കം തുടങ്ങിയതാണ് കേട്ടോ. ഷിഫ്റ്റിന് കയറുന്ന സമയം തന്നെ ഗ്രൂമിംഗ് ഒക്കെ നന്നായിട്ട് ചെക്ക് ചെയ്യും കേട്ടോ. ഏവിയേഷൻ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർക്കറിയാം, അല്ലെങ്കിൽ അവരെ ശ്രദ്ധിച്ചാൽ അറിയാം, നല്ല ഭംഗിക്ക് ഗ്രൂം ചെയ്തിട്ടാവും വരിക. ഞാൻ ആ കൂട്ടത്തിലില്ല കേട്ടോ. ഞങ്ങളുടെ കമ്പനി ഓരോ പ്രൊഡക്റ്റും റെക്കമെൻഡഡ് ആണ്. ലിപ്സ്റ്റിക്കും ഐയും നന്നായിട്ട് ചെയ്തിട്ടേ പോകാൻ പറ്റുമോ. പുറത്താണെങ്കിൽ നല്ല വെട്ടിക്കെട്ട് മഴയാണ്. അതുകൊണ്ട് ഞാൻ എന്നെ ഒന്ന് ചൂടാക്കാൻ വേണ്ടി ഇടയ്ക്ക് പോയിട്ടൊരു ചായയൊക്കെ ഇട്ട് കുടിച്ചു. അപ്പോൾ നോക്കുമ്പോൾ ഒരുത്തൻ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വന്നിരിക്കുന്ന ഇരിപ്പാണ് കേട്ടോ ഇത്. ചായ കുടിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ അടുത്ത പരിപാടിയിലേക്ക് കടന്നു. ചുണ്ടൊന്ന് ചുമപ്പിക്കണം. ഇത് നമുക്ക് റെക്കമെൻഡഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഇനി അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് ഇവനെ ഒന്ന് ഒതുക്കി വെക്കണം. മുടി ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ട് അത് വളരെ എളുപ്പമാണ്. ഞങ്ങൾക്ക് കമ്പനി പറഞ്ഞ ഹെയർ സ്റ്റൈൽസ് കുറച്ചുണ്ട്, അങ്ങനെ മാത്രമേ കെട്ടാൻ പറ്റൂ. എനിക്ക് ഈ മുടിയൊന്നും ഇങ്ങനെ ഈരി ഒതുക്കി വെക്കണതിന് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ് കേട്ടോ. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്കിങ്ങനെ കെട്ടാൻ പറ്റത്തുള്ളൂ. മുടിയൊക്കെ കെട്ടിക്കഴിഞ്ഞതാ എൻ്റെ കയ്യിലുള്ള ഈ സാധനം കണ്ടില്ലേ, ഈ സാധനം മുകളിൽ കൂടെ അങ്ങ് വെച്ച് കൊടുക്കുക. 2 സ്ലൈഡ് അപ്പുറം ഇപ്പുറം കുത്തുക, സെറ്റ്. ഹെയർ സ്റ്റൈൽ ഇത്രയേ ഉള്ളൂ കേട്ടോ. മുടിയൊക്കെ കെട്ടി ഞാൻ മൊത്തത്തിൽ റെഡി ആയിട്ടുണ്ട്. എൻ്റെ കെട്ടിയവൻ ഇനി ഉറക്കത്തിൽ എണീപ്പിച്ചിട്ട് വേണം എനിക്ക് ഡ്യൂട്ടിക്ക് ഇറങ്ങാൻ. കാരണം പുറത്ത് നല്ല വെട്ടിക്കെട്ട് മഴയാണ്. പുള്ളി വന്ന് കിടന്നിട്ട് 2 മണിക്കൂർ പോലും ആയിട്ടില്ല. യെസ്, ഞാനൊരു ക്രൂരയാണ്. കിട്ടുന്നതിന് മുന്നേ ആലോചിക്കണമായിരുന്നു. എന്തായാലും ഞാൻ വീടൊക്കെ പൂട്ടി എയർപോർട്ടിലേക്ക് ഇറങ്ങുകയാണ്. ആൾ വണ്ടി എടുത്തെന്തായാലും പുറത്ത് കാത്തു നിൽക്കുന്നുണ്ട്. ഇതിനിടയ്ക്ക് ഒരു മാസത്തെ ഡയലോഗ് ഇറക്കി, കെട്ടിപ്പോയില്ലേ അനുഭവിച്ചേ പറ്റുമെന്ന്. പുറത്ത് മഴയ്ക്കാണെങ്കിൽ ഒരു ശമനമില്ല. ഞാൻ എന്തായാലും എയർപോർട്ടിൽ എത്തി. ഇനി ബാക്കി പിന്നെ കാണാം കേട്ടോ.